പെട്ടെന്ന് കയറി ചെന്നപ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇൻസിഡന്റ് അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനിത് കണ്ടതിൽ ചേച്ചി എൻ്റെ ലൈഫ് എന്നെക്കാട്ടിയും 10 വയസ്സ് മൂത്തത് അവർക്ക്. അപ്പോൾ ചേച്ചി എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കാലി പിടിച്ച് കരഞ്ഞിട്ട് അവരൊന്നും മൈൻഡ് കൂടി ചെയ്യാതെ പരിഹസിച്ച് എന്നെ കാലുകൊണ്ട് തൂത്തെറിയുമായിരുന്നു, തട്ടി തറയിലിടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ചിരിക്കുന്ന കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്കിനി ആരുമില്ല, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് ആ ഇൻസിഡന്റ് അപ്പോഴും തന്നെ അച്ഛനെ പറയാനായിട്ട് ഫോൺ എടുക്കാൻ പോയപ്പോൾ എന്നെ പോവാനായിട്ട് അനങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ എന്നെ തടഞ്ഞു നിർത്തുന്നത് ആശയാണ് ചെയ്തത്. ആശ ഇതുപോലെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു നീ അച്ഛൻ്റെ അടുത്ത് പറയൂടി എന്ന് ചോദിച്ചിട്ട് എന്റെ കഴുത്തിന് ഞെക്കി പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് കഴുത്തിന് ഞെക്കി പിടിച്ചിട്ട് എന്റെ കവിളത്തടിച്ചു. എന്നിട്ട് പറഞ്ഞു നീ ഇത് ആരടുത്തെങ്കിലും പറഞ്ഞാൽ നിന്നെ കൊന്നു കളയും, നിന്നെ ഇവിടെ കൊന്ന് കെട്ടിത്തൂക്കി അത് ആത്മഹത്യയാക്കി തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. എന്റെ ഡിപ്പാർട്ട്മെന്റോ അതിന്റെ സ്വാധീനം ഉപയോഗിച്ച് നിന്നെയോ നിന്റെ അച്ഛനെയോ അനിയത്തിയോ കള്ള കേസിനകത്ത് കുടുക്കി ഞങ്ങൾ അകത്താകും. ഇത് ഒറ്റ മനുഷ്യന്റെ അടുത്ത് പറയരുത്. അവരുടെ ഭർത്താവ് അന്ന് എന്തോ കൊലക്കേസിലെ പ്രതിയായിട്ട് നിൽക്കുന്ന ആൾ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയാൾ ജയിലിൽ പോകും. അപ്പം എനിക്ക് ആരുമില്ല, അപ്പം എനിക്ക് നിന്റെ ഭർത്താവിനെ വേണം, ഞാൻ പോയി വേറെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ചോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്.